എവിടുത്തെ ഫോൺ അങ്ങനെയല്ല അങ്ങോട്ട് നോക്കിട്ട് വരും. ഹായ് ഇന്നൊക്കെ പറഞ്ഞ മേക്കപ്പ് ചെയ്യാ. ഗൈസ്, അപ്പോൾ നമ്മുടെ പാറസിനെ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഫോർ ഓണം ലുക്കാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു ഓണം ഷൂട്ടിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിക്ക് മുമ്പ് ഒരു ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം തന്നെ പാറുവിന് പിരിയനാണ് കേട്ടോ വരച്ച് കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഐലൈനർ എഴുതി കൊടുത്തിട്ട്, ഞാൻ എന്ന് അവൾക്ക് കണ്ണിൻ്റെ മുകളിൽ ഇതേപോലെ ഉണ്ട് ഐലൈനർ എഴുതി കൊടുക്കാറുള്ളത്. എവിടെയെങ്കിലും പോകുമ്പോഴേക്കാം കുറച്ച് നേരമൊക്കെ നിൽക്കുള്ളൂ. അവൾ കണ്ണൊക്കെ തിരുമ്മി അങ്ങനെയൊക്കെ ചെയ്ത് അതൊക്കെ അങ്ങനെ അങ്ങോട്ട് മാഞ്ഞങ്ങോട്ട് പോവും. അപ്പോൾ അതേ മോളിൽ ചെറുതായിട്ടൊന്നായിട്ടോ. അപ്പോൾ ഇതിപ്പോൾ നിന്ന് ചെയ്തതുകൊണ്ടാണ് ഞാൻ സാധനം കിടത്തിയാണ് ചെയ്താറ്. അപ്പോൾ ഇതേ ഐലൈനറൊക്കെ എഴുതി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫേസ് ലുക്കാണ് പോയി കാണുന്നത്. പാറൂസിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പൊട്ട് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓറഞ്ച് കളറിലെ പൊട്ടാണ് കേട്ടോ കുത്തി കൊടുക്കുന്നത്. അപ്പോൾ പാറുവിൻ്റെ വക ചെറിയൊരു ഡാൻസ് ഉണ്ട്. അത് സന്തോഷം കണ്ടോ. ഞാൻ ഇതേപോലെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്യും, ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ ആളിങ്ങനെ വന്ന് നോക്കാറുണ്ട്. പക്ഷെ അവളിങ്ങനെ കസേരയുടെ കയറ്റിക്ക് നിർത്തി ഇങ്ങനെ ചെയ്യണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു സന്തോഷം ഉണ്ടാക്കാണ്. പിന്നെ ലിപ്സ്റ്റിക്ക് ഇടാൻ നല്ല രസമാണ് കേട്ടോ ഗൈസ്. ലിപ്സ്റ്റിക്ക് ചങ്കത്തിയുണ്ട് നമ്മുടെ പാറു. നോക്കിക്കോട്ടോ, നല്ലൊരു എക്സ്പ്രഷനാണ് ഇപ്പോൾ ഇവിടെ ഇടാൻ പോണത്. സൂപ്പറായ അതേ സൂപ്പറായിരുന്നു. തലയെ കാട്ടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കുന്നത് എന്താണ് അത് തന്നെ കാണിക്കട്ടെ. നമ്മളിപ്പോൾ റെഡി ആവണ നേരത്താണെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ അപ്പോൾ വന്നിട്ട് അവൾ ഇട്ട് കൊടുക്കാൻ പറയും കേട്ടോ. അതേ അവളുടെ സന്തോഷം ഉണ്ടാകും കാണുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ചെയ്യണ നേരത്ത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉടുപ്പ് മാറാനാണ് പോകുന്നത്. കണ്ടില്ലേ, ഞാൻ ക്യാമറയിൽ അവളുടെ ഫേസ് സൂം ചെയ്യുമ്പോഴും ഇത്തിരി ഇത് കുറയ്ക്കുമ്പോഴും അതിൻ്റെ സന്തോഷമാണ് കാണുന്നത്. പിന്നെ നമ്മൾ പൗഡർ ഇടാൻ മറന്നുപോയി. അപ്പോൾ പിരികന ഏരിയൻ്റെ അവിടുത്തെ കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അമ്മ തുടച്ചേരാ, അമ്മ ഉപ്പൂരാന്ന് പറ, ഉപ്പ് ഊരട്ടെ. അങ്ങനെ പൗഡറൊക്കെ തൂത്ത് അടുത്തത് ഉടുപ്പിടുന്ന ചടങ്ങിലോട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഓണത്തിന് നമ്മൾ പാറസിനെ സ്റ്റിച്ച് ചെയ്താക്കുന്ന ഡ്രസ്സ്. പാവട നമ്മുടെ ഇപ്പോൾ ഓൾറെഡി ഉള്ളതാണ്. ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്താക്കണം. അപ്പോൾ ഓണം ഷൂട്ടിന് ഞങ്ങൾ ഇത് തന്നെ കേട്ടോ ഞങ്ങൾ പാറുവിന് കോസ്റ്റ്യൂമൊക്കെ എടുത്താക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ബ്ലൗസ് കാണാനായിട്ട്. അങ്ങനെ രണ്ട് സൈഡും കൊമ്പൊക്കെ കെട്ടാനായിട്ട് വിചാരിക്കണത്. എപ്പോഴും ഞാൻ അവൾക്ക് രണ്ട് സൈഡ് കൊമ്പ് കെട്ടിക്കൊടുക്കാറുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു പിള്ളേരെ രണ്ട് കൊമ്പൊക്കെ വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ മാച്ചായിട്ടുള്ള രണ്ട് വാള കൊണ്ടുവരുന്നിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ബോയും കിട്ടിയായിരുന്നു തലയിൽ വെക്കാനായിട്ട് മാച്ചായിട്ട്. പിന്നെ ഒരു ഓറഞ്ച് കളറിലെ മാല. അങ്ങനെ മാലയും വളയൊക്കെ നമ്മുടെ പാറൂസിന് ഇട്ട് കൊടുക്കാണ്ട് തലയിൽ ബോയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. വളരെ ചെറുതായിട്ടൊരു ടൈറ്റായിട്ടുള്ള വളയാണ്. കളർ മാച്ച് കിട്ടിയതുകൊണ്ട് പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് ഒപ്പിച്ചെടുത്തു. പിന്നെ അതേ ചെറിയ ബോയും വെച്ചു. അപ്പോൾ ഈ ലുക്കാണ് നമ്മൾ പാറുവിന് ഓണം ഷൂട്ടിന് അന്നും ചെയ്യാൻ പോണത്. ഞാൻ ചുമ്മാ ഒന്ന് ട്രയൽ അടിച്ച് നോക്കിയതാണ് കേട്ടോ. എനിക്കും ചെയ്യണമെന്നുണ്ട് ഒരു ഓണത്തിൻ്റെതായ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. പക്ഷേ സമയം കിട്ടുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഇപ്പം മടിയായിപ്പോൾ. അങ്ങനെ പാറുവിൻ്റെ ഫൈനൽ ലുക്കായിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതേ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഓരോന്നോരോന്ന് എന്നെ കാണിച്ചു തരാനുണ്ടോ തലയിൽ വെച്ചാക്കണതൊക്കെ എങ്ങനെയാണ്. അപ്പോൾ മുറ്റത്ത് കൊണ്ടുവന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഹായ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഹായ് തന്നെ താണിട്ടത്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റാ ബൈ ബൈ. അപ്പോൾ പാറസിൻ്റെ ബാക്കിയുള്ള കുറച്ച് വീഡിയോസും കൂടി കാണാവേ. ടാറ്റാ.